18 മണിക്കൂറായി. ഈ ആകാശ് എന്ന് പറഞ്ഞ് പിടിച്ച് റിമാൻഡിലായ ആ വ്യക്തിക്ക് KSUവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ ഒരു ചിത്രമോ KSU നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പടമോ, അവനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ, കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ, കോൺഗ്രസ് നേതാക്കന്മാരുമായി നിൽക്കുന്ന ചിത്രമോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും CPM സൈബർ സേന ഇതിനോടകം പുറത്തു വിടില്ലേ മാധു? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരെന്നെ പൊട്ടന്മാരാണോ? ഇവിടെ വന്ന് ഒരു വായ്ത്താരി പോലെ ആകാശ് KSUക്കാരനാണ് എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ കേരള ജനത എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ അഭിരാജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തകൻ മാത്രമല്ലോ, നിങ്ങളുടെ നേതാവല്ലേ എന്ന് പറഞ്ഞാൽ കളമശ്ശേരി പോളിയിലെ യൂണിയനെ നയിക്കുന്ന എന്ന് പറഞ്ഞാൽ ചെയർമാനയുടെ ഒപ്പം തന്നെ ഏറ്റവും സുപ്രധാന പദവിയുള്ള ജനറൽ സെക്രട്ടറി പദവിയിലുള്ള വ്യക്തിയാണ് അഭിരാജ്. ഈ അഭിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ റൂമിൽ നിന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായിട്ടാണ് പിടിച്ചത് എന്നാണ് സാക്ഷാൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗത്തിന് മാത്രമല്ല വിൽപ്പനയ്ക്കുമായി എത്തിച്ചതാണ്. അതിനുവേണ്ട കവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പിടിച്ചു എന്നാണ് ഈ കളമശ്ശേരിയിലെ പോലീസ് തന്നെ പറയുന്നത്. ആ കളമശ്ശേരി പോലീസ് നിങ്ങളുടെ ആരോപണം, നിങ്ങളുടെ ഏരിയ പ്രസിഡന്റ് ഇന്ന് വന്ന് പറഞ്ഞത് ഈ അഭിരാജ് എന്ന് പറയുന്നയാൾ ഇതേവരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, അയാൾക്ക് ഇതുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയേക്കുമായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ ഏരിയ പ്രസിഡന്റ് വലിയ വീരവാദം മുഴക്കിയതിൻ്റെ പിന്നാലെ കളമശ്ശേരി AC വന്ന് പറഞ്ഞത് ഇതിൻ്റെ എല്ലാം വീഡിയോ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനി SFI ശരി, SFIയുടെ വാദം ശരിവെക്കുവാണെങ്കിൽ SFI സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്തിയെ SFI സംസ്ഥാന പ്രസിഡന്റ് SFIയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് വയ്ക്കാതെ? എന്തിയാ നിങ്ങളുടെ തണ്ടലിൽ അതിനുള്ള ബലയില്ലേ? അതെയോ പിണറായി വിജയനെ ഇങ്ങനെ ഓശാനിച്ച് നിൽക്കൽ മാത്രമാണോ നിങ്ങളുടെ പണി? അതായത് SFIക്കാരൻ ഇതിനകത്ത് പെട്ടു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയുടെ വ്യാപനം നടത്തുന്നത് SFI ആണ്. ഇതേ സമയത്ത് തന്നെ മഹാരാജാസ് ഹോസ്റ്റലിലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും റെയ്ഡ് നടത്തിയാൽ SFIക്കാരൻ തന്നെ കുടുങ്ങും. ഏകാധിപത്യ ക്യാമ്പസുകൾ മാത്രമല്ല ഈ പറയുന്ന കലാലയങ്ങളിലെ ആദിത്യന്റെയും അഭിരാജിന്റെയും FIR അതിൽ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് പ്രതികൾക്ക് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് കൈവശം വെക്കുന്നതിനും യാതൊരു അധികാരവും പത്രവും കൈവശമില്ലാതെ ഉപയോഗിച്ചതായി സർക്കാർ നിയമം മൂലം കൈവശം സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുള്ളതുമായ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9.7 ഗ്രാം കഞ്ചാവ് കവർ ഉൾപ്പെടെ പ്രതികൾ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി തൃക്കാക്കര നോർത്ത് വില്ലേജ് ഞാലകം കരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഉപയോഗിച്ചിട്ടില്ല, പോലീസ് അങ്ങനെ ഈ പറയുന്ന ആകാശിന്റെ പേരിലാണ് എന്നൊക്കെയാണ് PS സഞ്ജീവിയുടെ പറയുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകൻ എന്ന് ആവർത്തിച്ച് SFI പറയുന്ന ആളുടെ പേരിൽ അങ്ങ് നേരത്തെ പറഞ്ഞ ഈ സർക്കാരിന്റെ പോലീസ് എഴുതി വെച്ച അതേ കാര്യമാണ് എനിക്ക് ഈ FIR-ലും വായിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ആ ആകാശിനെ നിങ്ങൾ എടുക്കുവോ, ആകാശിനെ കൊലക്കുറ്റം സാക്ഷ്യപ്പെടുത്തുവോ, അയാളെ കൊണ്ട് ശിക്ഷിക്കുവോ? ഇനി അയാൾക്ക് കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ CPM സൈബർ സേനയോട് പറഞ്ഞു നിങ്ങൾ അതൊന്ന് പുറത്തുവിടും. ഏതാണെങ്കിലും ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു KSUക്കാരനും പ്രവർത്തകനോ വിദ്യാർത്ഥിയായാൽ അറ്റ്ലീസ്റ്റ് ഒരു പരിപാടിയിലെങ്കിലും പങ്കെടുക്കില്ലേ? ഇനി അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു നേതാവിൻ്റെ കൂടെ ഒരു ചിത്രം എടുക്കില്ലേ? അവൻ എന്തെങ്കിലും KSUമായി ഒരു കുലബന്ധമെങ്കിലും ഉണ്ടാവില്ലേ? ചുമ്മാ ഇങ്ങനെ വന്ന് ഈ പച്ച നുണ ഗീബൽസ്യൻ തന്ത്രം പോലെ അവൻ KSUക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ എന്തെങ്കിലും ശരിയാവും? സ്വന്തം പാർട്ടിയിലെ സഞ്ജീവിന്റെ അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തിന് ഒരു തെളിവുമുണ്ട് എന്നാണ് സഞ്ജീവ് ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നത്. സഞ്ജീവ് എന്തെങ്കിലും പറയാനുണ്ടോ? KSUവുമായി ഈ പറയുന്ന ആകാശിന് ബന്ധമുണ്ട് എന്ന് നേരിട്ട് തെളിയിക്കാൻ കഴിയുന്നത്? ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട KSU നേതാവായിട്ടുള്ള ആദിൽ നിഷാൻ KH. അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടി, ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശ് KSUവിന്റെ നേതാവാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് അയാളുടെ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും വൈത്താരി പോലെ കൊടുത്തതല്ല. അത് ഞാൻ മാധുവിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യൂ, ഒന്ന് കേട്ടുവെക്കൂ. അയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതി KSUവിന്റെ നേതാവാണ്. ഇനി എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? വീണ്ടും പറയാനൊന്നും വേണ്ട. ഇനി എന്താ പറയാനുള്ളത്? അതായത് പ്രവർത്തകനായാൽ അറ്റ്ലീസ്റ്റ് KSUവിന്റെ ഒരു ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. KSUവിന്റെ കഴിഞ്ഞ തവണ മത്സരിച്ച പോസ്റ്റർ ഉൾപ്പെടെ ഇവർ പിൻവലിച്ചു. ഇതൊന്നുമില്ല. ഇനി ഏത് പോസ്റ്റർ പിൻവലിച്ചു എന്ന് KSUക്കാരൻ നിങ്ങളുടെ വാട്സപ്പിൽ ആദിലോ നിഷാനോ നിങ്ങളുടെ പോലീസല്ലേ സഞ്ജീവ്? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ ആദിലിനും നിഷാനും പങ്കുണ്ട്. അല്ല
അല്ല അതൊന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കൂ. അതൊന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കൂ. അനുവദിച്ചതിന് ശേഷം പറയൂ. ഞാനാണ് മത്സരിച്ചത്. ഇവൻ എന്തുവാ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ച സമയത്ത് ഈ ആദിൽ പറയുന്നതാണ്, ഞാനാണ് മത്സരിച്ചത്, പക്ഷേ ഞങ്ങളോടൊപ്പം തന്നെ യൂണിറ്റ് ഭാരവാഹിയൊക്കെ ആയി നിന്ന ആളാണ് ആകാശ് എന്നുള്ളത് ആദിൽ പറയുന്ന കാര്യമാണ്. യൂണിറ്റ് ഭാരവാഹി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ല മാധു കേട്ടത് യൂണിറ്റ് ഭാരവാഹി ഉത്തരം പറയൂ. ഓ പറഞ്ഞിട്ടുണ്ടെന്നേ വെറുതെ ഉരുളല്ലേ. ഒരു തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിച്ചു, അയാളുടെ കൂടെ നിന്നുകൊണ്ട് അയാൾ KSUകാരനാണോ? ഞാൻ ഇപ്പോഴും പറയുന്നു, അയാൾ KSU പ്രവർത്തകനാണെങ്കിൽ അയാൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ KSUവിന്റെ ഒരു നേതാവിന്റെ ഒപ്പമുള്ള ചിത്രമോ KSUവിന്റെ ഒരു പരിപാടിയിൽ വിമർശനം ഉന്നയിച്ച പിന്നീട് യൂട്ടേൺ എടുത്തു. ജനറൽ സെക്രട്ടറി യൂണിയൻ ജനറൽ തങ്കപ്പെട്ട സ്വഭാവമുള്ളവരാണ്. ആദിലും നിഷാനും പ്രതികളാണെങ്കിൽ പിടിക്കുന്നേ. നിങ്ങളുടെ പോലീസിന്റെ കയ്യിലിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അത്രമാത്രം ദുർബലരാണോ? ആദിലും നിഷാനും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പിടിച്ചോ. ആർക്കൊണ്ട് ചെയ്തം? ഞങ്ങൾ ഒരുത്തരെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാധ്യമത്തിന്റെ മുമ്പിൽ ബന്ധമുണ്ടെങ്കിൽ പിടിച്ചോളൂ എന്ന നിലയ്ക്ക് അല്ല എന്ന നിലയ്ക്കും അതിനൊന്ന് ലഘൂകരിച്ചിട്ടുണ്ടോ? KSUമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ബന്ധമുണ്ടെങ്കിൽ പിടിച്ചോളൂ എന്ന നിലയ്ക്കായിട്ടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് മൊത്തം കേട്ടോളൂ. ഒന്ന്, ഈ പറയുന്ന ആകാശ് എന്ന് പറയുന്നവന് ഒരു ബന്ധവും KSUമായിട്ടില്ല. അതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആകാശുമായി ബന്ധപ്പെട്ട പരിപാടിയുടെയോ ആകാശ് നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുവിടാം. പിന്നെ ഇപ്പോൾ പറയുന്ന ആദിൽ നിഷാൻ എന്ന് പറയുന്ന ആളുടെ കാര്യം പറഞ്ഞു. അതിലൊരാൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചതാണ്. ഇനി അവന് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നാണ് SFIക്കാരൻ പറയുന്നത്. അവൻ ഓടി ഒളിച്ചു എന്നാ പറയുന്നത്. അവൻ ഓടി ഒളിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഇനി അയാൾക്ക് ഇതിനകത്ത് ബന്ധം ഉണ്ടെങ്കിൽ, ഈ ആദിലിനും നിഷാനും ബന്ധമുണ്ടെങ്കിൽ പോലീസ് പിടിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്നാ ചെയ്തുള്ളത്? ഞങ്ങൾ ആരെങ്കിലും ഇവിടെ സംരക്ഷിക്കാൻ വരുന്നുണ്ടോ? ഇതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ചാനൽ ചർച്ച വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തകന് ജാഗ്രത കുറവുണ്ടായി, അവന്റെ മുറിയിൽ നിന്ന് പിടിച്ചത് അവൻ ഉപയോഗിക്കാനല്ല, അത് മറ്റാരോ ഉപയോഗിക്കാനായിരുന്നു, അവൻ ഇത് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട ഗതികേട് ഞങ്ങൾക്കില്ലാതെ പറഞ്ഞേ. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരോ കഞ്ചാവ് KSU